അല്പസമയം മുമ്പാണ് കാരാട്ട് റസാഖ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. എം.കെ. മുനീർ, പി.കെ. ഫിറോസ് ഉൾപ്പെടെയുള്ള കൊടുവള്ളിയിൽ കോഴിക്കോട് നിന്നുള്ള പ്രമുഖരായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ നേതാക്കളുണ്ട്. നമുക്കറിയാം, നേരത്തെ കാരാട്ട് റസാഖ് എം.കെ. മുനീറിനോട് തോറ്റിട്ടായിരുന്നു പരാജയപ്പെട്ടിരുന്നത്. കൊടുവള്ളിയിലെ പ്രാദേശിക ഘടകത്തിലെ മുതിർന്ന നേതാവായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. ഇടതുപക്ഷത്തോടൊപ്പം ചേക്കേറുകയും പിന്നീട് 2016 കൊടുവള്ളിയിൽ അട്ടിമറി വിജയം നേടി എം.എ. റസാഖ് മാഷെ തോൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നീട് 2021 കൊടുവള്ളിയിൽ കാരാട്ട് റസാഖ് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എം.കെ. മുനീറിനോടാണ് പരാജയപ്പെട്ടിട്ടുള്ളത്. ആ എം.കെ. മുനീറിന്റെ കൂടെയാണ് ഇപ്പോൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കാണാൻ എത്തിയിട്ടുള്ളത്. അല്പസമയത്തിനകം അദ്ദേഹം മുസ്ലിം ലീഗിൽ അംഗത്വം വീണ്ടും സ്വീകരിക്കുകയും പിന്നീട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കൊപ്പം മാധ്യമ പ്രവർത്തകരെ കാണുകയും ഒക്കെ ചെയ്യും. വലിയ തരത്തിലുള്ള അമർഷം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിനെതിരെ ഉണ്ടായിരുന്നു. അദ്ദേഹം അത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം ഇടതുമുന്നണിയിൽ ഇത്തവണ പ്രതീക്ഷിച്ചതാണ്. 2021 എം.കെ. മുനീറിനോട് പരാജയപ്പെടുകയും പിന്നീട് തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമല്ലാത്തൊരു സാഹചര്യമൊക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. നേരത്തെ പലതരത്തിലുള്ള പരാതികളും അമർഷങ്ങളും ഒക്കെ CPM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്ക് മുമ്പാകെ എം.കെ. മുനീർ വെച്ചതുമാണ്. അത് മുഹമ്മദ് റിയാസിന്റെ അപ്രമാദിത്വത്തിനെതിരെയായിരുന്നു അത്തരത്തിലൊരു പരാതി ഉണ്ടായിരുന്നത്. തന്റെ പരാതി പരിഹരിക്കണമെന്നും അതിനൊരു സമയവും സാവകാശവും ഒക്കെ അദ്ദേഹം നൽകുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇദ്ദേഹം സ്ഥാനാർത്ഥിത്വം സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. അത് സംബന്ധിച്ച കാര്യങ്ങളും പ്രതികരണങ്ങളും ഒക്കെ അദ്ദേഹം നടത്തിയതുമാണ്. പാർട്ടി പരിഗണിക്കുകയാണെങ്കിൽ മത്സരിക്കാൻ തയ്യാറാണ് എന്ന തരത്തിലുള്ള സന്നദ്ധത ഉൾപ്പെടെ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് സീറ്റ് ലഭിച്ചില്ല. അങ്ങനെയാണ് വീണ്ടും അദ്ദേഹം ഇവിടെ എത്തുന്നൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, സാദിഖ് അലി ശിഹാബ് തങ്ങളുണ്ട്, എം.കെ. മുനീറുണ്ട്, പി.കെ. ഫിറോസ് ഉണ്ട്. അവരുടെയൊക്കെ കൂടെ കാരാട്ട് റസാഖും കൂടി ഇരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഏകദേശം 10 വർഷത്തിന് ശേഷം ഇത്തരത്തിലൊരു കാഴ്ച വീണ്ടും കാണുകയാണ്. 2016 മുസ്ലിം ലീഗുമായി പിണങ്ങിയ ശേഷം അദ്ദേഹം മുസ്ലിം ലീഗിന്റെ പദവികളൊക്കെ വെച്ചുമാറി പിന്നീട് ഇടതുപക്ഷത്തോടൊപ്പം ചേരുകയും അവിടെ ഒരു സ്വതന്ത്ര MLA ആയി മാറുകയും ചെയ്യുന്നത്. 2016 597 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ഒരു അട്ടിമറി വിജയം അവിടെ നേടിയത്. പിന്നീട് 2021 അദ്ദേഹത്തിന് വീണ്ടും മത്സരിക്കാൻ അവസരം ഇടതുമുന്നണി കൊടുത്തു. പക്ഷേ അവിടെ 6000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എം.കെ. മുനീർ കാരാട്ട് റസാഖിനെ പരാജയപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. 2016 എം.എ. റസാഖ് മാഷിയായിരുന്നു കാരാട്ട് റസാഖ് പരാജയപ്പെടുത്തുകയും അവിടെ ഒരു അട്ടിമറി വിജയം, ഒരു സന്തോഷം ഇടതുപക്ഷത്തിന് നൽകി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പരാതിയുടെ അടിസ്ഥാനം. നമുക്ക് തന്നെ നൽകിയ ടെലി ബൈറ്റിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഇടതുപക്ഷം ഇതൊരു വഞ്ചനയായി കണക്കാക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ വഞ്ചിച്ചാൽ തിരിച്ചു വഞ്ചിക്കുന്നതിൽ കുഴപ്പമില്ലല്ലോ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രിയാണ് മുസ്ലിം ലീഗിലേക്ക് തിരികെ വരാനുള്ള ആലോചനകൾ നടത്തുകയും നടപടികൾ പൂർത്തിയാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്.